ശനിദോഷത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് തന്നെ സ്വരാജിനെ ആർക്കാണ് പേടിയെന്നാണ്. സ്വരാജിനെ ആര് പേടിക്കണം, എന്തിനു പേടിക്കണം? അല്ലെങ്കിൽ തന്നെ CPM-നെ പേടിപ്പിക്കാനുള്ള മാരകായുധങ്ങളാണോ SFIയുടെയും DYFIയുടെയും യുവ നേതാക്കൾ? അവർ സമൂഹത്തിൽ കക്ഷിഭേദമന്യേ ആദരവ് അർഹിക്കുന്ന, സ്നേഹം അർഹിക്കുന്ന യുവ നേതാക്കളാണ്. അവരെ ആരും പേടിക്കേണ്ടതില്ല. സ്വരാജിലേക്ക് വരുന്നതിന് മുമ്പ് സുംബ നൃത്തത്തെ പറ്റിയിട്ട് നമുക്ക് 2 വാക്ക് കേൾക്കാം. മുസ്ലിം പണ്ഡിതർ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴൊക്കെ ഏത് പരിഷ്കരണം വരികയാണ് എങ്കിലും അതിനെല്ലാം തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം സർക്കാർ അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും ആ പരിഷ്കാരങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയുമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ് സൂംബ ഡാൻസ് വിവാദം. മുസ്ലിം സംഘടനകളുടെ വാശിയെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്നവർ മുത്തലാഖിനെ പറ്റി എന്താണ് പറഞ്ഞത്? കോമൺ സിവിൽ കോഡിനെ പറ്റി എന്താണ് പറഞ്ഞത്? ഇവരൊന്നും മുസ്ലിം സമുദായങ്ങളെ നന്നാക്കാനല്ല സംസാരിക്കുന്നത്. ഇതിൽ സർക്കാർ എന്ത് നടപടിയെടുക്കും എന്നാണ് കാത്തിരിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ ഇടിഞ്ഞു പോകും, അല്പവസ്ത്രധാരികളായി ആണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചെയ്യും എന്നൊക്കെയാണ് ഈ പണ്ഡിതരുടെ ആത്മവിലാപങ്ങൾ. ഇവരൊക്കെ എന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളൊക്കെ അല്പവസ്ത്രധാരികളായിട്ടാണോ പോകുന്നത്? ഇവരെല്ലാവരും സ്കൂളിൽ ചെന്ന് ആണും പെണ്ണുമായി ഇടകഴകി തുള്ളുകയാണോ? അതാണോ സർക്കാർ തീരുമാനിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളാണോ ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാർ എടുക്കുന്നത്? അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള ബുദ്ധി ഈ പണ്ഡിതർക്ക് മാത്രമാണോ ഉള്ളത്? സൂംബ നൃത്തം ലഹരി മരുന്ന് ഒഴിവാക്കാനുള്ള, ഇല്ലാതാക്കാനുള്ള ഒറ്റമൂലിയൊന്നുമല്ല. പക്ഷേ അത് ചെയ്യാൻ ആണ് തീരുമാനം സർക്കാർ എടുക്കുന്നത് എങ്കിൽ അത് തടയാൻ ഒരു മതപണ്ഡിതർക്കും അവകാശമില്ല. അക്കാര്യം കൃത്യമായി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇത് ബ്രസീലിലെ സാംബ നൃത്തമാണ്. ഇതിലെപ്പോഴും സ്ത്രീകളെ അല്പവസ്ത്രധാരികളായിട്ടാണ് കാണുന്നത്. ഇത് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന സൂംബ നൃത്തം. വസ്ത്രം അല്പമോ നിറയെയോ ധരിച്ച് സൂംബ നൃത്തം നടത്താം. പൊതുസമൂഹത്തിന് സ്വീകാര്യമായ കാര്യങ്ങളാണ് ജനാധിപത്യ രാജ്യത്ത് സർക്കാരുകൾ നടപ്പാക്കുന്നത്. അവ നടപ്പാക്കാൻ മതപണ്ഡിതരുടെ അനുമതിയൊന്നും വേണ്ട. അഴകുഴമ്പൻ പ്രതികരണങ്ങൾ നടത്താതെ സർക്കാർ അക്കാര്യം വൃത്തിയായി വ്യക്തമായി അവരോടങ്ങ് പറഞ്ഞാൽ മതി. പാർട്ടിയും LDFും തിരിച്ചടികൾ നേരിടുമ്പോഴൊക്കെ പുതിയ ഒരു വിഷയം എടുത്തിടും. അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കും, അല്ലെങ്കിൽ ഒരു സംഭവം വരും. സോഡയിൽ ഉപ്പിടുന്നത് പോലെ ഇത് വെറുതെ കിടന്നങ്ങ് തിളയ്ക്കും. ആൾക്കാരും മീഡിയയും ഇതിൻ്റെ പുറകെ പോകും. പൊതുജനം ഇതിൻ്റെ ട്രിക്ക് ഒരിക്കലും മനസ്സിലാക്കാറില്ല. അപ്പോഴേക്കും മറ്റേ വിഷയം ആൾക്കാർ മറന്നിരിക്കും. ഒരു വരയെ ചെറുതാക്കാൻ വലിയ വര വരയ്ക്കുന്ന ഒരു വൈകൃത. നിലമ്പൂരത്തെ നിലംതൊടാത്ത തോൽവിയെ ജനങ്ങൾക്കിടയിൽ മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സുംബ. അതിനപ്പുറം ഇതൊന്നുമില്ല. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചാൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. മര്യാദരാമനായി നിയമസഭയിൽ പെരുമാറി സ്പീക്കറുടെ കസേരയൊക്കെ അടിച്ചു തകർത്ത് അടിവസ്ത്രം ജനങ്ങളെ മുഴുവൻ കാണിച്ച് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു മര്യാദരാമൻ ഇപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടു. ഈ തെറ്റിദ്ധാരണകൾ ആദ്യം LDFും CPIയും തീർത്ത് അഭിപ്രായം പറയട്ടെ. പണ്ടൊരു തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രീ കാനം രാജേന്ദ്രൻ്റെ അടുത്തേക്ക് അയച്ച ശ്രീ ശിവശങ്കർ IASന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. ഇനി ബുദ്ധിമുട്ടുള്ളവർ അല്പം ബുദ്ധിമുട്ടിക്കോട്ടെ. ഏത് പരിഷ്കരണം വന്നാലും അതിൽ പെൺകുട്ടികൾക്ക് തുല്യ പ്രാധാന്യമുണ്ട് എങ്കിൽ മുസ്ലിം പണ്ഡിതരുടെ എതിർപ്പ് ഉണ്ടാകാറുണ്ട്. അവർക്ക് വഴങ്ങി നടപ്പാക്കേണ്ടതല്ല സർക്കാർ തീരുമാനങ്ങൾ. കാസയും SNDPയും NSSും KPMSും കൂടി ഇതുപോലെ വന്നാൽ എന്താകും നാട്ടിലെ സ്ഥിതി എന്ന് ഇപ്പറഞ്ഞ പണ്ഡിതരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം.
സാധാരണഗതിയിൽ ഈ പിന്നെ കറിക്കുലവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതിൽ പിന്നെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ മീറ്റിംഗ് വിളിക്കാറുണ്ട്, പാരൻസിന്റെ PTA മീറ്റിംഗ് വിളിക്കാറുണ്ട്, ടീച്ചേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗ് വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുന്നു. എന്നാൽ അതിൽ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാറുള്ളത്. ഈ കൊച്ചു പറയുന്നതിലും ചില യുക്തികളില്ലേ? മതവിദ്യാഭ്യാസം മതപണ്ഡിതർ നോക്കിക്കോട്ടെ. പൊതുവിദ്യാഭ്യാസത്തിൽ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നത് അപകടമാണ് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ നിലപാടെടുക്കേണ്ടത്. വിദ്യാർത്ഥി സംഘടനകൾ എന്ന് വെച്ചാൽ SFI മാത്രം എന്നാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ കാസയ്ക്കും KPMSനും NSSനും SNDPക്കും ഒക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. ജനാധിപത്യമല്ലേ, ഭൂരിപക്ഷ അഭിപ്രായമാണല്ലോ നടക്കേണ്ടത്. അപ്പോൾ ഭാരതാംബ വിഷയത്തിലും ഇന്ത്യയിലെ ഭൂരിപക്ഷം പറയുന്നത് അവിടത്തേക്ക് സ്വീകാര്യമാകുമോ? ന്യൂനപക്ഷത്തിന് ഹിതമല്ലാത്തത് അവരടിച്ചേൽപ്പിക്കുന്നതല്ലേ ഫാസിസം? CPMന്റെ യുവ നേതൃനിരയിൽ പ്രധാനപ്പെട്ട ഒരാളാണ് M സ്വരാജ്. തൃപ്പൂണിത്തറയിൽ നേരത്തെയും ഇപ്പോൾ നിലമ്പൂരിലും തോറ്റു എന്നത് M സ്വരാജ് എന്ന യുവ നേതാവിന്റെ പ്രഭാവത്തിന് ഒരു കോട്ടവും വരുത്തുന്ന കാര്യമല്ല. നല്ലതുപോലെ വായിക്കുന്ന, നല്ല ബുദ്ധിശക്തിയുള്ള, നന്നായി പ്രഭാഷണം നടത്തുന്ന, പ്രസംഗവേദികളെ കീഴടക്കുന്ന ഒരു നേതാവാണ് സ്വരാജ്. CPMന്റെ സമ്മേളന കാലത്തും യുവജന സംഘടനകളുടെ ഒരുപാട് പരിപാടികളിലുമെല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് സ്വരാജ് എന്ന പ്രസംഗകനെയാണ്. അത് CPMലെ നേതൃനിരയ്ക്ക് മുഴുവനും അറിയാം. വളരെ സരസമായി യുക്തിബോധത്തോടെ ഗാംഭീര്യത്തോടെ പ്രസംഗിക്കാനുള്ള സ്വരാജിൻ്റെ കഴിവ് നമ്മളെല്ലാം അനുഭവിച്ചതാണ്. ഒരു സാമ്പിൾ നിങ്ങളെ കേൾപ്പിക്കാം. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി, എല്ലാ വീടും വെള്ളത്തിലടി, ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 തീയതി നട തുറന്നപ്പോൾ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? എത്ര നല്ല യുക്തി, നല്ല ഭാവനാസമ്പന്നനായ ചെറുപ്പക്കാരൻ. CPMലെ യുവനിരയുടെ അല്ലെങ്കിൽ CPMനോട് ആഭിമുഖ്യമുള്ള യുവനിരയുടെ ആശയും ആവേശവുമാണ് M സ്വരാജ്. SFI കാലത്ത് നേതാവായിരുന്ന സ്വരാജിനെ ഓർമ്മയുണ്ട്. ആ സംഘടനയെ സജീവമായി ചലിപ്പിച്ചു കൊണ്ടുപോയ, സമരമുഖങ്ങളിൽ സജീവമാക്കി ശക്തമാക്കി നിർത്തിയ യുവ നേതാവ്. ടീച്ചർ പറയുന്നത് കേട്ടാൽ വിദ്യാർത്ഥി സംഘടനകളുടെ ജോലി നിത്യ സമരമാണെന്ന് തോന്നും. സമരമല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് ഈ സംഘടനകൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ എന്താണെന്നുകൂടെ മാഡം ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും. ആ സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിൽ തോറ്റുകഴിഞ്ഞപ്പോൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. സൈബർ ആക്രമണം എന്ന അർത്ഥത്തിലല്ല, വിമർശനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ആര്യാടൻ ഷൗക്കത്തിനില്ലാത്ത ഓഡിറ്റിംഗ് ആണ് M സ്വരാജിന്. അതെന്തുകൊണ്ട് എന്ന് ആലോചിച്ചു നോക്കണം. ആര്യാടൻ ഷൗക്കത്തിനെയും സ്വരാജിനെയും നിലമ്പൂര് നിങ്ങൾ കൂട്ടിയാൽ കൂടൂല. വജ്രം ഉരയ്ക്കും തോറും തിളക്കം കൂടും, അല്ലെങ്കിൽ ഉരയ്ക്കും തോറും തിളക്കം കുറയും. അതിന് സ്വരാജിന്റെ ബുദ്ധിയോ വായനയോ അല്ല കാര്യം. നാട്ടിൽ എന്തു വന്നാലും അതിനെയൊന്നും കൂസില്ല, തങ്ങൾ തീരുമാനിച്ച കാര്യം നടത്തും എന്ന CPMന്റെ ആവേശ കമ്മിറ്റിക്കാരുടെ ധാർഷ്ട്യമാണ് സ്വരാജ് ഇപ്പോൾ ഏൽക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ, വിമർശനങ്ങൾക്ക് പിന്നിൽ. ഈ കപ്പൽ ഉലയില്ല സാർ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്.
മാൻഡ്രേക്ക് കൈപിടിച്ച് ഉയർത്തിയതായിരുന്നോ കാരണം? CPM-നും SFIക്കും ധാർഷ്ട്യമുണ്ടെന്ന് ഒരിക്കലെങ്കിലും മാഡം സമ്മതിച്ചല്ലോ. അപ്രതീക്ഷിതമായാണ് നിലമ്പൂരിലേക്കുള്ള വരവ്. പാർട്ടി ചിഹ്നത്തിൽ ഏറെ കാലത്തിനു ശേഷം സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ മത്സരിപ്പിക്കുന്നതിൽ നിലമ്പൂരിലെ CPM മണികൾ ആവേശത്തിലായിരുന്നു. നിലമ്പൂരുകാരനാണ് എങ്കിലും പ്രധാന രാഷ്ട്രീയ തട്ടകം നിലമ്പൂരല്ല എന്നതൊന്നും ആ ആവേശത്തെ ഒട്ടും കുറച്ചിരുന്നില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പേസിൽ, ഒരേ ലെവലിൽ മിതമായും ശാന്തനായും പക്വതയോടെ പ്രതികരിച്ച M സ്വരാജ് യുവനേതാവിൽ നിന്നും മുതിർന്ന നേതാവിലേക്കുള്ള തന്റെ വളർച്ച ദൃശ്യമാക്കി. നമ്മുടെ എതിരാളികൾക്ക് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവർ അസ്വസ്ഥരാണ്, വല്ലാതെ അവർ ഭയപ്പെടുന്നുവെന്നാണ്. എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങൾ കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അവർ തീരുമാനിക്കും, അവർ വിധി എഴുതും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ എന്ന് മാത്രമേ അവരോട് നമുക്ക് പറയാനുള്ളൂ. ഒപ്പം ഈ പറയുന്ന ചാരനായിട്ടായാലും എന്തായിട്ട് മുദ്ര കുത്തിയാലും അനൗൺസ്മെൻറ്റിലൂടെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും, UDF സ്ഥാനാർത്ഥിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല. ആ കാര്യം എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. വടകരയിലെ കാഫർ അന്വേഷണം ഏത് പാർട്ടിയുടെ ആഫീസിലാണ് ചെന്ന് നിന്നതെന്ന് നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണല്ലോ. ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും M സ്വരാജാണ് ഫോക്കസ്. അതെന്തുകൊണ്ടാവാം? വ്യവസ്ഥാപിത മാധ്യമങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ സാമാന്യ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെപ്പറ്റി പറഞ്ഞപ്പോൾ വ്യവസ്ഥാപിതമല്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളിലാണ് M സ്വരാജ് ഇഴകീറി പരിശോധിക്കപ്പെട്ടത്. M സ്വരാജിന്റെ പ്രധാന പ്രിയപ്പെട്ട മാധ്യമവും സമൂഹ മാധ്യമമായേക്കാം. ഒരുപക്ഷെ സ്വരാജിന് ഏറ്റവും ആരാധകരുള്ളതും അവിടെയാകാം. സ്വരാജിന്റെ നിലപാടുകൾ, പ്രസംഗങ്ങൾ, വീഡിയോകൾ, വായന, എഴുത്ത് ഇതെല്ലാം ഉയർത്തി M സ്വരാജിനു വേണ്ടി വലിയ പ്രചാരണമാണ് അവിടെ ഉണ്ടായത്. ഇതിന് ബലമേകി സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരും എഴുത്തുകാരുമൊക്കെ നിലമ്പൂരിലെത്തി സ്വരാജിന് പരസ്യമായ പിന്തുണയും പ്രഖ്യാപിച്ചു. അറിയാനും അറിയിക്കാനും. അപ്പോൾ ആ ഒരു ജനാധിപത്യത്തിൻ്റെ ആ ഒരു വലിയൊരു ദൗത്യം നിറവേറ്റാൻ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് സ്വരാജിൻ്റെ ആവശ്യത്തെക്കാളേറെ നിലമ്പൂരിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചേരേണ്ടിടത്ത് തന്നെ ചേർന്നു. ഇത്രയായപ്പോഴത്തേക്ക് തന്നെ CPM-ന് കിട്ടേണ്ട 10,000 വോട്ട് അൻവറിന് പോയി. മലപ്പുറം ജില്ലയുടെ മുഴുവൻ പോരാട്ട വീര്യങ്ങളും കിഴക്കനേറനാട്ടിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഏറനാട്ടിലുടനീളം വിപ്ലവത്തിജ്വാലയായി പടർന്ന കുഞ്ഞാലിയുടെയും വീണ്ടും വന്നു ആലങ്കോട്. ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കിട്ടേണ്ടിയിരുന്ന 9,000 വോട്ടും കൂടെ അൻവറിക്കാക്കി പോയി. എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നു എങ്കിൽ അത് സ്വരാജിനാകുമായിരുന്നു എന്ന മട്ടിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് ഫേസ്ബുക്ക് അടക്കം മാധ്യമങ്ങൾ നിറഞ്ഞു. ഇടതനുഭാവികൾ കളം നിറഞ്ഞപ്പോൾ സ്വരാജ് എന്ന ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ 1.5 അടി ഉയരുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു വേണ്ടത്. പക്ഷേ സംഭവിച്ചത് മറിച്ചായി. കോൺഗ്രസിന് വളരെ കൃത്യമായ ആസൂത്രിതമായ സൈബർ ഇടപെടലുകളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് സ്വരാജിന് നിലപാടില്ലാത്ത വിഷയങ്ങൾ, സ്വരാജിന്റെ മൗനം, സത്യാനന്തര വീഡിയോകളിലെ പ്രശ്നങ്ങൾ, സ്വരാജ് എഴുതിയ പുസ്തകത്തിലെ തെറ്റുകൾ ഇതെല്ലാം വലിയ വിഷയങ്ങളായി ഇതേ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. നിലമ്പൂരിലെ വോട്ടർമാരിലേക്ക് ഇതൊക്കെ എത്ര കണ്ട് എത്തി എന്ന് വ്യക്തമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പക്ഷേ അതെല്ലാം കത്തിപ്പടർന്നു. സാംസ്കാരിക നായകരും എഴുത്തുകാരും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പ്രതിച്ഛായ പുകമറയിലായിപ്പോയി. CPM-ന്റെ സൈബർ പടയാളികൾക്ക് കാര്യമായൊന്നും പ്രതിരോധിക്കാനുമായില്ല. CPM സൈബർ കടന്നലുകളാണ് സാധാരണ എതിരാളികളെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. അൻവറിക്കയാണ് കടന്നൽ രാജ എന്നറിയപ്പെട്ടിരുന്നത്. സ്വരാജൊക്കെ കടന്നൽ പ്രജകൾ മാത്രം. ഇത്തവണ അത് പക്ഷെ തിരിച്ചായി. അത് അങ്ങനെ സംഭവിച്ചു. അതും ഇടത് സൈബർ ലോകത്തിന്റെ ആരാധ്യ പുരുഷനായ M സ്വരാജിനു തന്നെ സംഭവിച്ചു എന്നതിൽ കവർ സ്റ്റോറിക്ക് അമ്പരപ്പും അത്ഭുതവുമുണ്ട്. അമ്പരപ്പവും അത്ഭുതവും ഒക്കെ ഉണ്ടല്ലേ. SFIക്കാര് അടിച്ചു കൊന്ന സിദ്ധാർത്ഥനെ പറ്റി അത്ഭുതവും അതിശയവും ഒന്നും തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നിലമ്പൂർ വിട്ടു എങ്കിലും
വീണ്ടും സ്വരാജിനെ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് അതിലുമേറെ അതിശയിപ്പിച്ചു. തെറ്റുകളും പകർത്തലുകളും ഉണ്ട് എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ വ്യാപകമായി വിമർശിക്കപ്പെട്ട ആ പുസ്തകം സ്വമേധയാ അവാർഡിതമാക്കിയ കേരള സാഹിത്യ അക്കാദമിക്ക് ഇത്തവണത്തെ മികച്ച വിധേയത്വമ്മി പുരസ്കാരം കേരള സർക്കാർ നൽകണം. സർക്കാർ നൽകിയില്ലെങ്കിൽ CPM. ഒന്നുകിൽ വിവരക്കേടിനൊപ്പമുള്ള ധാർഷ്ട്യം, അതല്ലെങ്കിൽ സ്വരാജിനെ തളർത്താനുള്ള ശ്രമം. അക്കാഡമികളിൽ അടിമകളെ തിരികെ കയറ്റുമ്പോൾ ഇവർ ജീവിതകാലം മുഴുവൻ അടിമകളായിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് മണ്ടത്തരമാണ്. ആജീവാനന്ദ അടിമകള എന്ന കൽപ്പിത വിശ്വാസം കടപുഴകിപ്പോയി അല്ലേ? ഒരു കൂപ്പ് ഡി ക്യാമ്പ്, ഭരണകൂട അട്ടിമറി. പിന്നെ 19-ാം തീയതി നടന്ന ഇലക്ഷന് 23-ാം തീയതി റിസൾട്ട് വന്നിട്ട് 26-ാം തീയതി അവാർഡ് കൊടുത്ത് ഈ മഹാനെ എങ്ങനെ തോപ്പിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമാക്കി തരണേ. തീയതികളൊക്കെ ഒന്ന് എല്ലാം കൂടെ കൂടുന്നില്ല. പിണറായി വിജയന്റെ തലമുറയ്ക്ക് ശേഷം നേതൃതലത്തിലേക്ക് വരാനിരിക്കുന്നത് ബാലഗോപാലും രാജീവും രാജേഷും സ്വരാജും ഷംസീറും റിയാസും ഒക്കെയാണ്. ഒരാൾ വീണാൽ മറ്റുള്ളവർക്കത് വളമാണ്. ഈ പറഞ്ഞ 6 പേരിൽ 4 പേരുടെ പേര് നമ്മളെ CPM-ന്റെ മുൻ നേതാവ് ശ്രീ ഗുരുദാസൻ കഴിഞ്ഞ CPM സമ്മേളന സമയത്ത് പറഞ്ഞതാണ്. അവരൊക്കെ യോഗ്യന്മാരെന്ന് മാത്രമല്ല പരമയോഗ്യന്മാരെന്ന് പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ആവാൻ വരെ യോഗ്യതയുള്ളവരാണ്. അതിൽ MP രാജേഷിനെ, രാജീവിനെയും ബാലഗോപാലിനെയും മന്ത്രിമാരാക്കി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോഴേ നമുക്ക് മനസ്സിലായി സ്വരാജിൻ്റെ ഭാവി എന്തായിരിക്കും. മരുമോന് ഒരു ഭീഷണിയാവാന്നുള്ള 3 പേര് കുടത്തിനകത്തുണ്ട്. ഒരാൾ കൂട്ടിന് വെളിയിലായിപ്പോയി. അയാളെയും കൂടെ പിടിച്ച് കൂട്ടിനകത്തിടാൻ വേണ്ടി രാജ്യസഭാ സീറ്റ് എന്ന കൺസോളേഷൻ പ്രൈസുമായിട്ട് ആണ് ഇവിടുന്ന് നേതാക്കളെല്ലാം മലപ്പുറത്തേക്ക് വണ്ടി കയറിയത്. അതുകൊണ്ട് സ്വരാജ് ജി ഇനി രാജ്യസഭയിൽ നമ്മുടെ റഹീം ജിയുടെ കൂടെ അടുത്ത ജി ആയിട്ടിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്തായാലും CPM-ന്റെ സൈബർ പടയ്ക്ക് ഇതൊരു പാഠമാകുന്നത് നല്ലതാണ്. ലാർജർ ദാൻ ലൈഫ് എന്ന പ്രതിച്ഛായയൊക്കെ കൊടുത്ത് ഹൈപ്പിൽ പൊലിപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും എതിർക്കുന്ന വ്യവസ്ഥാപിത മാധ്യമങ്ങളിൽ നിന്നല്ല, സ്വന്തം ശക്തികേന്ദ്രമായ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ പണി കിട്ടും എന്ന്. ആരെയും കൂസാത്ത പിണറായി വിജയന്റെ ശൈലിയുള്ള, പിണറായിയേക്കാൾ വാഗ്ധോരണിയുള്ള സ്വരാജ് എന്ന യുവനേതാവിന് പക്ഷേ ഒരുപാട് അഭിമാനിക്കാനുള്ള വകയുമുണ്ട്. എതിരാളികൾ തന്നെ എത്രമാത്രം ഭയപ്പെടുന്നു, എത്ര പ്രാധാന്യത്തോടെ കാണുന്നു എന്ന വസ്തുത സ്വരാജിന് തീർച്ചയായും അഭിമാനമുണ്ടാക്കേണ്ടതാണ്. ലാർജർ ദാൻ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതിശയോക്തിപരമായി പ്രശംസിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ലേ